ഉണ്ട് വെള്ളം ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോ കാണാം. ഇവിടെ ഒതുക്കാൻ പറ്റുമെങ്കിൽ ഒതുക്കി കഴിക്കുകയും കൂടെ ചെയ്തിട്ട് വരും. പക്ഷെ ഒതുക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല. പക്ഷെ ഇവിടെ മൊത്തം ആൾക്കാരാ കണ്ട. ഇവിടെ ആ തടാകം ഇങ്ങനെ നമുക്ക് കാണാം. ഇവിടെ വെയിലുവാ. ഇവിടെ ഒതുക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി നോക്കാം, സ്ഥലം കിട്ടുമായിരിക്കും. കണ്ട ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ മല പോലെ 2 മലകളുണ്ട്. വാഗമൺ ലേക്കിന്റെ അവിടെ അതേപോലത്തേക്ക് ഒരു സ്ഥലവാ. ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോവാം നമുക്ക് നിർത്തി. അപ്പോഴേ ഞങ്ങളൊന്ന് ഇതൊന്ന് നിന്ന് കണ്ടിട്ട് പോവാന്ന് ഓർത്ത കേട്ടോ. അപ്പൊ ഒന്ന് പുറത്തോട്ടിറങ്ങി. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇതുവഴി എന്തോ ഒരു പൈപ്പ് പോകുന്നുണ്ട്, എന്തിന്റെ ആണെന്നൊന്നും അറിയത്തില്ല. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടോ മലയുടെ മണ്ടയിലെ ബിൽഡിങ്, ഇത് കണ്ടോ ചേർന്നായിരിക്കുന്നേ. ഇതൊക്കെ കണ്ടോ ആ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, അവിടെ വെച്ച് ഇങ്ങനെ ചെത്തി എടുത്തതിൻ്റെ കൂട്ടുണ്ട്. ഇതൊക്കെ എന്ത് ബിൽഡിംഗ് ആണ്? വെയിലടിക്കുന്നില്ലേ? നമ്മളപ്പോ ഒരു സ്ഥലത്ത് നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഒരു ഇച്ചിരി തണല് കിട്ടിയ ഒരു സ്ഥലത്താ. അപ്പം നമ്മള് പോഹയാണല്ലോ വാങ്ങിയത്. അപ്പം പോഹ കഴിക്കാം. 3 പോഹ. അതെ, അത് നല്ല പോഹയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോ നല്ല രുചി ഉണ്ടായിരുന്നു. എനിക്ക് അത് ചൂടോടും കൂടെ ഉണ്ടായിരിക്കും. ഇപ്പൊ പക്ഷെ ചൂട് പോയോന്ന് അറിയില്ല. പക്ഷെ ആ ഒരു പാത്രത്തില് അത്യാവശ്യം ചൂട് നിൽക്കും. നമ്മളപ്പം പോഹ തിന്നോണ്ടിരിക്കാം. നല്ല പോഹ കേട്ടോ. നമ്മൾ 60-നും 120-നും ഒക്കെ പോഹ മേടിച്ചായിരുന്നു. അതിനേക്കാളിലൊക്കെ നല്ല സൂപ്പർ പോഹ. 30 രൂപയുള്ളായിരുന്നു ഇതിന്. കണ്ടോ ഇതിന്റെ അകത്ത് എക്സ്ട്രാ അവര് കുറെ ഇട്ടുണ്ട്. കപ്പലണ്ടി, ബീട്രൂട്ട്, പിന്നെ മറ്റേ പോംഗ്രനേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതാണ് 60 രൂപയ്ക്കാന്ന് പറയുന്നത്. മിക്സ്ചർ മാത്രമാണ് നമ്മള് മേടിക്കുമ്പോ കിട്ടുന്നത്. മിക്സ്ചറും ഈ ചോറും മാത്രം, അല്ലാതെ ഈ കടലിലെ കപ്പലണ്ടി ഒന്നും ഇട്ടിട്ടില്ല. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പോ നമുക്ക് വെള്ളം മേടിക്കണം. വെള്ളം ഒട്ടും ഇല്ല നമുക്ക്. നമ്മൾ ഇന്നലെ അവിടെ നിന്ന് നമുക്ക് നമ്മൾ ഹോട്ട് വാട്ടറാ വാങ്ങിയത്. അപ്പം നമ്മൾ ഇന്നലെ രാവിലെ എന്തോ വാങ്ങി ബോട്ടിൽ ഫില്ല് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ രാത്രി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചെന്നപ്പോഴേക്കും അവർ കിച്ചൺ ക്ലോസ് ചെയ്ത്. അപ്പം അതുകൊണ്ട് നമുക്ക് വെള്ളം അവിടെ നിന്ന് വാങ്ങാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തേക്ക് നമുക്ക് കുടിക്കാൻ വെള്ളമില്ല. അപ്പം നമ്മളിപ്പം ഇനിയിപ്പോൾ ഏതെങ്കിലും കടയിൽ നിർത്തി കുറച്ച് കൂടുതൽ വെള്ളം മേടിക്കണം. പിന്നെ പകലത്തേക്ക് പിന്നെ നമുക്ക് റൂമിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുമല്ലോ വെള്ളം. പിന്നെ ഇപ്പം കട നോക്കണം. ഇത് കണ്ടോ ട്രാക്ടറാണ് ഇത്. എന്തോ ബാക്കിലിരിക്കുന്നുണ്ട്. ഒരു മണ്ഡപം കൊണ്ടുപോകുന്നുണ്ട്. കയറ്റി വെക്കാനായിരിക്കും. നമ്മളപ്പം വെള്ളം മേടിക്കാൻ കയറിയായിരുന്നു കേട്ടോ ഇപ്പം. അപ്പം നമുക്ക് 6 ലിറ്ററിന്റെ ഓരോ 12 ലിറ്റർ 1 ലിറ്ററിന്റെ 12 ബോട്ടിലിന് 130 രൂപ. നമ്മൾ ലോണാവില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ 6 ലിറ്ററിന് പറഞ്ഞത് 250-230 രൂപയൊക്കെ അവിടെ പറഞ്ഞത്. ഇവിടെ 130 രൂപയുള്ളൂ 12 ലിറ്റർ വെള്ളം. നമ്മൾ ആ ഒരു ഫുൾ കേസിങ് മേടിച്ചു. കാരണം ഞാൻ ചോദിച്ചത് 5 ലിറ്ററിന്റെ വലിയൊരു ബോട്ടിലായിരുന്നു. അപ്പോൾ അതവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവൻ ഇത് പറഞ്ഞപ്പോൾ വില ചോദിച്ചപ്പോൾ 130 ഉള്ളെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ നമ്മൾ അത് മേടിച്ചു. അങ്ങനെ അതൊക്കെ എല്ലാം അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് ഞങ്ങള് പൊക്കോണിരിക്കുക. ഇനിയിപ്പോ നമുക്ക് 3.5 മണിക്കൂറാണ് ഉള്ളത് ജയ്പൂരത്ത്. നമ്മളൊരു ടൗൺ പോലെ ഒരു ടൗണിലെത്തി കേട്ടെ. ഇവിടെ ചെറിയ പഴയ ബിൽഡിങ്ങും അങ്ങനെയൊക്കെയാ. ലോറി വന്ന് കയറി. ഇവിടെ എന്തോ പണിക്ക് വേണ്ടി എന്തോ പൊളിച്ചൊക്കെ ഇട്ടിരിക്കുക. അപ്പം ഇച്ചിരി സ്ഥലത്തൂടെ വണ്ടികളൊക്കെ പോകുന്നതും അങ്ങനെ കടകളൊക്കെ ഇവിടെയൊക്കെ കണ്ട പഴയ ബിൽഡിങ് പോലത്തെ കടകളൊക്കെ. പിന്നെ ട്രാക്ടറൊക്കെ
ഇവിടെ ഉണ്ട്. 1-2 ട്രാക്ടറൊക്കെ ഉള്ളു കേട്ടോ. നമുക്ക് ഇനിയിപ്പം 49 മിനിറ്റ് ആയിട്ട് ഹവാ മഹലിലേക്ക് കാണിക്കുന്ന. അപ്പം പക്ഷേ ട്രാഫിക് എങ്ങനെയാണെന്നറിയില്ല അതിൻ്റെ അവിടെയൊക്കെ. കാരണം ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പിന്നെ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് തിരക്കും ഇതൊക്കെ എങ്ങനെയാണെന്നറിയില്ല. ശരിക്കും ഓട്ടോയിൽ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇനി ഓട്ടോ ചാർജ് എത്രയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് അവിടെ വരെ പോയി നോക്കാം. നമ്മൾ കയറി ചെക്ക് ഇൻ ചെയ്യുന്ന അത്ര സമയം പോവുകയൊക്കെ ചെയ്യും. പിന്നെ അറിയത്തില്ലല്ലോ അവിടുന്ന് തന്നെ ഓട്ടോ കിട്ടുമോ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം നമുക്ക് ഡയറക്റ്റ് എന്തായാലും ഹവാ മഹലിലോട്ട് പോവാം. എന്നിട്ട് അല്ലെങ്കിൽ ഹവാ മഹലിൽ നിന്ന് പിന്നെ അവിടെ കാണാൻ പാർക്കിംഗ് ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അവിടുന്ന് പിന്നെ ഓട്ടോയിൽ പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ആ കാണുന്ന മെട്രോ സ്റ്റേഷൻ ആട്ടോ. ഒരു മെട്രോ വന്ന് അതിലൂടെ പോകും. അവിടെ സ്റ്റോപ്പ് ആയെന്ന് തോന്നുന്നു. മെട്രോ അവിടെ സ്റ്റോപ്പായി. അത് സ്റ്റേഷനാണ്. താഴെ റോഡ്, ഇത് എലിവേറ്റഡ് ഹൈവേ, അതിന്റെ മുകളില് മെട്രോ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഓട്ടോയാന്ന് തോന്നുന്നു. എല്ലാം അങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടോ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നു. ഇവിടുത്തെ ഓട്ടോ അങ്ങനെയാന്ന് തോന്നുന്നു. ഒത്തിരി ഉണ്ട് റോട്ടില്. അല്ല സാധാ ഓട്ടോയും ഉണ്ട്, ഇങ്ങനത്തെ ഓട്ടോയും ഉണ്ട്. മറ്റേത് വേറെയാ. മറ്റേതൊരു ബൈക്ക്, ഫ്രണ്ടില് ബൈക്ക് വന്നിട്ട് പുറകിലേക്ക് ഓട്ടോയുടെ ബോഡി പോലെ. അതുകൊണ്ട് ആ ചോപ്പ് അതാന്ന് തോന്നുന്നു അവിടെ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. അതെ, ഫ്രണ്ടിലൊരു റെഡ്. അതിന്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റില്ല. അതങ്ങോട്ട് പോവാ. ഇനിയും ചിലപ്പോ കാണുമായിരിക്കും. ഇങ്ങനത്തെ നമ്മുടെ സാധാ ഓട്ടോയും ഉണ്ട്, മറ്റേ ടൈപ്പും ഉണ്ട്. മറ്റേതിലും ആൾക്കാർ മറ്റേ ചിലപ്പോ എനിക്ക് തോന്നുന്നു മറ്റേ CNG ഓട്ടോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ട്രാക്ടറില് വലിയ എന്തോ പൈപ്പൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നു. കണ്ട, ഇതാ നമ്മള് നേരത്തെ കണ്ട ഓട്ടോ. അതിന്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ പച്ച കളർ. അപ്പൊ ഒന്നി CNGയോ അല്ലെങ്കിൽ ഇലക്ട്രിക്കോ അങ്ങനെ ഇപ്പുറത്തൂടെയും പോകുന്നു. സാധാരണ പച്ച പ്ലേറ്റ് വരുന്നത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിനാണല്ലോ. നമ്മളിപ്പോ ജയ്പൂർ, മെയിൻ ജയ്പൂർ എത്തി. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കും ട്രാഫിക്കും കേട്ടോ. ബിൽഡിങ്സ് ഒക്കെ കാണാൻ കണ്ടോ, എല്ലാം ഈ ഒരു കളറിലുള്ള ബിൽഡിങ്സാ ഫുള്ള്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ബിൽഡിങ്സ് എല്ലാം സെയിം. കാണാനൊക്കെ നല്ല രസമുണ്ട്. നമ്മളെ ഒരു വലിയ കവാടം കണ്ടില്ലായിരുന്നോ? അയ്യോ, വലിയൊരു കവാടം കടന്ന ഇങ്ങോട്ട് വരുന്ന കേട്ടോ. അതിന് മറ്റേ തടിയുടെ ഡോറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഗാർഡൻ പോലെ ചെടികളൊക്കെ വെച്ച് ചില ബിൽഡിങ്ങിന്റെ ഒക്കെ. ചിലതിലെ ചെടികളൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്, അതാണ് പ്രശ്നം. കണ്ടോ, ഇത് കണ്ട പപ്പായൊക്കെ ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകുന്നു. കണ്ട, ഇവിടെ ഇതാണ് മെയിൻ. ഈ ഒരു ഓട്ടോയാണ് ഇവിടുത്തെ മെയിൻ. അതെ, ബൈക്ക് പോലെ അതിരിക്കുന്ന കേട്ടോ. ഫ്രണ്ടില് ബൈക്കും പുറകിൽ ഇങ്ങനത്തെ ഒരു സംഭവം. നമ്മുടെ ബൈക്കിന് ഒരു കവറിങ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട്. അതായത് ട്രാഫിക്കിന്റെ ഇടക്കൂടെ പെട്ടെന്ന് കയറി പോവാനായിരിക്കും. ഈ ഓട്ടോനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു മറ്റേത് എളുപ്പത്തിൽ ചെറുതായതുകൊണ്ട് കേറി പോകും. അതിന് വേണ്ടിട്ടായിരിക്കും അങ്ങനത്തെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി അവിടെ ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടിട്ട് ഇങ്ങനത്തെ ഓട്ടോയിൽ കയറിപ്പാ. ഇങ്ങനത്തെ ഓട്ടോയിൽ എത്രയാന്ന് ചോദിക്കും. ഷെയറിങ് ആയിരിക്കും ചിലപ്പോ ഇത്. പക്ഷെ നമ്മുടെ ഒപ്പം ഷെയർ ചെയ്യാൻ ആരെങ്കിലും? അങ്ങനല്ല, ഓൾറെഡി ആള് കേറിയായിരിക്കും വരുന്നത്. അന്നേരം നമ്മള് കൈ കാണിക്കുമ്പോ നിർത്തും, നമുക്കൂടെ. പക്ഷെ ഇതിനകത്ത് മൊത്തത്തിൽ 3 പേർക്ക് കയറാൻ പറ്റുമെന്ന്. 2 സൈഡിലുണ്ട്, 6 പേർക്ക് ഇരിക്കാം. അല്ല, ഇതിനകത്ത് ഒരു സൈഡിൽ 2 പേർക്കല്ലേ ഇരിക്കാൻ പറ്റും. നമ്മളെ പോലെയുള്ള 3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും, അറിയില്ല. ഇതേ നമ്മുടെ ഇത് പിങ്ക് സിറ്റി എന്നല്ലേ അറിയപ്പെടുന്നത്. അപ്പം ഇതിനെന്താ കാരണം എന്ന് പറയാൻ, പണ്ട് വെയിൽസ് രാജാവും പിന്നെ വിക്ടോറിയ രാജ്ഞിയെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ രാജാവ് കളർ അടിക്കുന്നത്. അങ്ങനെയാണ് ഇതിന് പിങ്ക് സിറ്റി എന്നുള്ള പേര് വരുന്നത്. കണ്ട, എല്ലാ ബിൽഡിംഗും നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ.
ഭയങ്കര രസമുണ്ട്, എല്ലാം ഒരേപോലെ. പിന്നെ നല്ല തണലും പിന്നെ തിരക്കാണ്. ഇപ്പോഴാണ് നമ്മളിപ്പോ മല കണ്ട, അതിന്റെ മുകളിൽ ഒരു ഫോർട്ട് പോലെ ഉണ്ട്. ഇനി അതാ വല്ല പാലസ് ആണോന്നൊന്നും പുള്ളി പോകുന്ന നോക്കിയേ. അതെന്തുവാ, നമ്മളിപ്പോ ഹവാമഹലിന്റെ ഫ്രണ്ടിലെത്തി. പക്ഷെ ഭയങ്കര തിരക്കും, പാർക്കിംഗ് ഇല്ല കേട്ടോ. അപ്പം ഇവിടെ സൈഡിലൊക്കെ നിന്ന് അവര് ഇങ്ങനെ വിളിക്കുന്നുണ്ട് സൈഡിൽ പാർക്ക് ചെയ്തിടാനൊക്കെ. റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മള് റൂമിൽ കൊണ്ട് വണ്ടി ഇട്ട് നമുക്ക് ഓട്ടോയിൽ വരാലോ. അതാകുമ്പോ ഇതിപ്പോ നമ്മളിവിടെ വണ്ടി ഇട്ട് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോ അതിലും തിരക്കാണെങ്കിൽ പിന്നെ ഇതിലെടുത്തോണ്ട് പോണം. അപ്പം നേരെ റൂമിൽ പോയി ഇതെല്ലാം ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് സാധനം പിന്നെ നമുക്ക് ചെല്ലുമ്പോഴാണെങ്കിലും എടുത്ത് വെക്കാലോ. വണ്ടി അവിടെ പാർക്ക് ചെയ്യുക, ഓട്ടോ പിടിച്ചു വരിക എന്നുള്ളതാണ് പ്ലാന്. അതാ കാണുന്ന ഹവാമഹൽ കേട്ടോ. ആ പൊങ്ങി കാണുന്നതിന്റെ അടുത്ത് ചെല്ലുമ്പോ കാണിച്ചു തരാം ഹവാമഹൽ. ഭയങ്കര തിരക്ക് അതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ തന്നെ. ഫുള്ള് ഹോണടിയും ബഹളവും തിക്കും തിരക്കും. ആൾക്കാരൊക്കെ ബസ്സൊക്കെ ഇറങ്ങി റോഡിന്റെ നടുക്കുന്ന ഇറങ്ങി പോകുന്നത്. അതുപോലെ ഇതിന്റെ ഇത്രയും തിരക്കിന് നടുക്കൂടെ കുതിര വണ്ടി, അങ്ങനെ ഭയങ്കര തിരക്ക്. നല്ല രസമുണ്ട്. പക്ഷെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ വേണ്ടിട്ടൊക്കെ ഹവാമഹൽ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇതിന്റെ എപ്പോഴും ഇവിടെ ഇങ്ങനെ ആയിരിക്കും തിരക്കല്ലേ. തിരക്ക് ഇതിന്റെ ഫ്രണ്ട് ഇങ്ങനെ ആയിരിക്കും. ഇത് മാർക്കറ്റും എന്തൊക്കെയാ ഫുള്ള് കടകളാ രണ്ട് സൈഡിലും. കണ്ട ഇവിടെയൊക്കെ കാണാം ഫുള്ള് ഓരോരോ തുണിക്കട, അങ്ങനെ അങ്ങനെ ചെരുപ്പ് കട. അങ്ങനെ മെയിനായിട്ട് ഈ തുണിക്കടയൊക്കെ ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെ വെച്ചിരിക്കുന്ന കടകളൊക്കെ. അല്ലാതെ പൈസ നോക്കണം ഇനി വന്നിട്ട് ഇവിടെ എങ്ങനെ ഉണ്ടോന്നൊക്കെ. ചിലപ്പം കൂടുതലായിരിക്കും, ചിലപ്പം ഉദയ്പൂരെ പോലെ കൂടുതലായിരിക്കും. ഈ പൊങ്ങി നിക്കുന്ന കേട്ടോ ഹവാമഹൽ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വെട്ടടിക്കുന്നോണ്ട് ക്ലിയർ ആവത്തില്ലായിരിക്കും. അതിന്റെ ഫ്രണ്ടിൽ നിരങ്ങി നിരങ്ങിയെത്താൻ കുറച്ച് സമയം. ശരിയാ, നല്ല രസമുണ്ട്. ഭയങ്കര രസമുണ്ട് ഇത് കാണാൻ വേണ്ടിട്ട്. കിളിവാതിലൊക്കെ നമുക്കിങ്ങനെ കാണാം. കിളിവാതിലെന്ന് പറഞ്ഞ ചെറുതായിട്ടാ ചിരിയുള്ള. അല്ല, ആ കിളിവാതിലിൽ കൂടെ നോക്കുമ്പോ അത്യാവശ്യം കാണാൻ വലിപ്പമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോ ചെറുതാ. കിളിവാതിൽ 5 നില എന്തോ ഉണ്ട് കേട്ടോ. കാണുമ്പോ ഇത്രയുള്ളെങ്കിലും ഇതിന് 5 നിലയുണ്ട്. ഞങ്ങളെ അപ്പൊ ഇവിടെ റൂമിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കേട്ടോ. ഇതാ റൂം, ഇതാ കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് 18 റൂമുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് കുരങ്ങൻ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ പറയത്തില്ലെന്നേ ഉള്ളൂ. 18 റൂമുണ്ട്. അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തേന്. ഇവിടുന്ന് ഏതെങ്കിലും ഓട്ടോ നോക്കണം. ഓട്ടോ ചോദിച്ച് ഹവാമഹലിൻ്റെ അവിടോട്ട് പോകാമെന്ന് കണ്ട. ഞങ്ങൾ വേണ്ടി ഇങ്ങനത്തെ വഴി ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മക്കേ അപ്പോൾ ഇവിടെ പുറത്ത് വന്നപ്പോഴേ ആ മറ്റേ ടൈപ്പ് ഓട്ടോ കിട്ടി കേട്ടോ. കുഞ്ഞി ഓട്ടോ ഇല്ലേ, അത് കിട്ടി. അപ്പോൾ ഇവിടെ ഭയങ്കര ലാഭം കേട്ടോ. ഇവിടെ 80 രൂപയുള്ളൂ ഇവിടെ നിന്ന് അവിടെ വരെ പോകുന്നതിന്. 3.4 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ വേണ്ടി അതിൽ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇത് നല്ല രസമാണ്. ഇത് ചെറിയ പോകുന്നത് കേട്ടോ. നമ്മളപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷെ ഈ ഓട്ടോ എല്ലായിടത്തും കുത്തിക്കയറ്റി പോകും. നല്ല രസമാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കാനൊക്കെ. നമ്മളിങ്ങനെ തുറന്ന വണ്ടിയിൽ സഞ്ചരിക്കണ പോലെ. അപ്പോൾ ഇതിനിങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. 2 സൈഡൊക്കെ കണ്ട് നല്ല രസമുണ്ട്. ഇത് കണ്ട നമ്മളിങ്ങനെ എല്ലാം കണ്ട് 2 പേര് അങ്ങോട്ടും 2 പേര് ഇങ്ങോട്ടും ആയിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. മൊത്തം 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഷെയർ ഓട്ടോ പോലെ. ഇനിയിപ്പോൾ ഒരാളെ കൂടെ വരുവാണെങ്കിൽ ഒരാളെ കൂടെ കയറ്റും. പെർ ഹെഡായി വരും റേറ്റ് പറയുന്നത്. ഇതാ നമ്മൾ ആദ്യം വന്നപ്പോൾ പറഞ്ഞ ആ ഒരു കവാടം കിട്ടും. ഇതാണ് കവാടം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കവാടത്തിൽ നിന്ന് എൻ്റർ ചെയ്ത് ഉള്ളിലേക്ക്. ഇതാണ് ശരിക്കും ഹവാമഹലിലേക്ക് പോകുന്ന ആ ഒരു വഴി.
എല്ലായിടത്തും ഇങ്ങനെ തിരക്കാട്ടോ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇയാള് ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ കുത്തിക്കയറ്റി പോകും. എല്ലാ വണ്ടിയും ഇങ്ങനെ കുത്തിക്കയറ്റി പോകും. ചില കാറൊക്കെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുവായിരിക്കും. എല്ലാ കാറും ഇങ്ങനെ ബോറിൽ പറഞ്ഞു ബോറിലൊന്നും പറ്റാവോ. രാവിലെ അപ്പോഴേ ഓട്ടോ ചേട്ടൻ നമ്മളിവിടെ വിട്ടിട്ട് പോയി കേട്ടോ. ഇനി നമുക്ക് ഹവാമഹലിലോട്ട് നടക്കണം. കുറച്ച് നടന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് നടന്നു പോകാമെന്ന് ഓർത്ത്. കണ്ടോ, ഇതിലെയാ കേട്ടോ ഹവാമഹലിൽ പോകുന്നത്. ഈ രണ്ട് സൈഡിലും ഫുള്ള് ഷോപ്പിംഗ് കടകളൊക്കെ കേട്ടോ. രണ്ട് സൈഡിലും നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള കട. ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ അവർക്ക് ആദ്യം ഹവാമഹലിൽ കയറാമെന്ന് കണ്ട് ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് നോക്കണം. ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് നോക്കി ടിക്കറ്റ് എടുക്കണം. ഞാൻ ആരോടും ചോദിച്ചു നോക്കട്ടെ എവിടെയാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ഇവിടെയാണെന്നാ കേട്ടാ പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ കേട്ടോ. നമുക്കപ്പം പോയിട്ട് ടിക്കറ്റ് എടുക്കാം. എത്ര നോക്കട്ടെ. ഇന്ത്യൻ ടൂറിസ്റ്റ് ആണെങ്കിൽ 52 രൂപ കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് കേട്ടോ. ഒരാൾക്ക് 52 വെച്ച്. സീനിയർ സിറ്റിസണും എല്ലാവർക്കും ഒരേ പ്രൈസ് തന്നെ കേട്ടോ. അപ്പം മൊത്തം 56 രൂപയായി. 156 രൂപ. അപ്പോൾ നമ്മളിനി അകത്തോട്ട് കയറുക കേട്ടോ. അപ്പോഴേ നമ്മൾ അകത്ത് കയറി കേട്ടോ. ഇതാ അകത്ത്. ആദ്യം വരുമ്പോഴൊരു എന്താ പറയുക, ഒരു ഹോള് പോലെ, പിന്നെ ഇങ്ങനെ മണ്ടയ്ക്കോട്ടുണ്ട്. ഇത് മൊത്തം 5 നിലയാണ് കേട്ടോ. നമുക്കപ്പം കയറി നോക്കാം. കയറുമ്പോഴേ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫൗണ്ടൻ പോലെ. പിന്നെ ഇത് കണ്ടോ, ചുറ്റിനും ഇതുപോലെ വഴി അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോഴേ നമ്മളെ അകത്തോട്ട് കയറി നോക്കാമെന്ന് കണ്ട. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാ ഇതിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ക്യൂ ഉണ്ട്. എനിക്കൊന്ന് കുറേ ഇതൊരു ഇത് ഹവാമഹലിൻ്റെ ഒരു മോഡൽ വെച്ചേക്കും കേട്ടോ. കണ്ടോ, ഈ മോഡൽ ഇങ്ങനെ വെച്ചേക്കും ഇവിടെ കേട്ടോ. ആയിരത്തി 1799 നമ്മുടെ സവായി പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞ രാജാവാണ് ഇത് പണി കഴിപ്പിക്കുന്നത്. ആ രാജാവിൻ്റെ പടമായി വെച്ചേക്കുന്നത് കേട്ടോ. ഇതാ ആകവശം കേട്ടോ. ഇത് കിളിവാതിലുകൾ ഇതൊക്കെ കേട്ടോ. ഇതേ കണ്ടോ, ഇവിടെ നോക്കിയാൽ നമുക്ക് പുറത്തുള്ളത് ഫുള്ള് കാണാം. ഇതാണ് കിളിവാതിലുകൾ കണ്ടോ. നമുക്ക് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നെല്ലാം കാണാൻ പറ്റും. കണ്ടോ, ഇതും ഒരു കിളിവാതിൽ കേട്ടോ. ഇവിടെ നോക്കിയാൽ പുറത്ത് എന്താ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരുപാട് കിളിവാതിലുകളുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു ഇവരുടെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് പാട്ടാണോ പാവകളിയാണോ? പാവകളിയാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്ന് ഇത് കാണാം. പാവകളി
Anarkali. Anarkali Jaipur has studied very famous dancer. Anarkali सबको नमस्कार करते हैं. अनारकली क्या कह रही है? वो नैनों में सपना, सपनों में सपना, सपना पे दिल आ गया, सपने पे दिल आ गया. वो नैनों में सपना, सपनों में सपना, सपने पे दिल आ गया. और आगे कहती है, ओ परदेसिया. നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കണ്ട് ഇനിയിപ്പോൾ മണ്ടയിലോട്ട് പോകാം കേട്ടോ. ഇപ്പം മണ്ടയിലോട്ടാണ് ഇനി സ്റ്റെപ്പ്. വരുമ്പോൾ ഈ വഴി ഇടിഞ്ഞിടിഞ്ഞ് വരും കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പം ഭയങ്കര ചെറിയ വഴിയാണ്. ഇവിടെ വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതുപോലൊരു ബാൽക്കണി പോലെ കേട്ടോ. ഇതേ കണ്ടോ, ഇതൊരു ബാൽക്കണി പോലെ കേട്ടോ. ഇവിടുന്ന് ഇനിയും മണ്ടയിലോട്ട് പോകാമെന്നാണ് തോന്നുന്നത്. കണ്ടോ കിളിവാതിൽ, വേറെ കിളിവാതിലുകൾ കണ്ടോ. ഇതെല്ലാം ഓരോരോ കിളിവാതിലുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നോക്കിയാലും ഫുൾ സിറ്റി കാണാം. എന്താ താഴെ നടക്കുന്നതെന്ന് അവർക്ക് നമ്മളെ അങ്ങനെ കാണാനും പറ്റത്തില്ല, നമുക്ക് എല്ലാവരെയും കാണാനും പറ്റും. ഇതിന് വേണ്ട ഇതേലത്തെ അടപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒത്തിരി ഉണ്ട് താഴെ. പിന്നെ വേണ്ട ഇവിടെ ഫുൾ അങ്ങനത്തെ കിളിവാതിലുകളാണ് നമുക്കേ. അപ്പോൾ ഇവിടുന്ന് മണ്ടയിലോട്ട് പോവാം. ഇവിടെ ഫ്രണ്ടിലൊരു ബാൽക്കണി പോകുന്നുണ്ട്, അതൊന്ന് കണ്ടിട്ട് നമുക്ക് മണ്ടയിലോട്ട് പോവാം. ഇത് കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ നമ്മൾ കയറി വന്ന ആ ഫൗണ്ടനും നടുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുവാണെങ്കിൽ ഇവിടെ എന്നാ കാണാം കേട്ടോ. പിന്നത്തോണ്ട് അവിടെ കണ്ടോ അത്രയിലത്തെ ഇതൊക്കെ ഉണ്ട്, എന്താ പറയുന്നത്, അവരുടെ ആ സ്ട്രക്ചറുകളും കാര്യങ്ങളും ഒക്കെ. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന കേട്ടോ. ഇത് കണ്ടോ, ഇതും ഒരു കിളിവാതിലാണ്. കണ്ടോ, ഇതിലൂടെ ഇവിടെ നോക്കിയാൽ നമ്മൾ ആദ്യം നിന്നടോ. ആദ്യം നമ്മൾ നിന്ന താഴത്തെ സ്ഥലമാണ്. ഇതിലേക്കൂടെ ഇതെല്ലാം ചെറിയ ചെറിയ ഗിഫ്റ്റുകളോ കണ്ടോ, ഇവിടെ കൂടെ നോക്കിയാലും എല്ലാം കാണാം. കണ്ടോ, ഇതാണ് ഇതിന്റെ മുകളിലത്തെ സംഭവം. ഇതിൻ്റെ അടുത്ത റൂമിലേക്ക് നമ്മൾ കയറി കേട്ടോ. ഈ ഗ്ലാസ്സുകളൊക്കെ കണ്ടോ, പല കളറുകളാണ്. അപ്പോൾ ലൈറ്റ് കയറാനൊക്കെ നല്ല രസമാണ്. ഇത് ഫുൾ അതുപോലെ കിളിവാതിലുകളാണ് കേട്ടോ എല്ലാം. നമ്മുടെ ഈ ഹവാമഹലില്ലേ, ഇതാണെങ്കിൽ താഴെ കണ്ട രാജാവില്ലേ സവായി പ്രതാപ് സിംഗ്, പുള്ളി ഇത് ബിൽഡ് ചെയ്തത് 1799 ഇത് പണി കഴിപ്പിക്കുന്നത്. ഇത് ശരിക്കും പണി കഴിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിലുള്ള സ്ത്രീകൾക്ക് പുറത്തോട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവരെ ആരും കാണത്തുമില്ല, അവർക്ക് ഇവിടെ നോക്കുകയും ചെയ്യാം. അപ്പം 953 കിളിവാതിലോളം ഉണ്ട് ഇതിൻ്റെ അകത്ത്. എല്ലാ സ്ഥലത്തു നിന്നും കാറ്റ് കയറുന്നതിൻ്റെ കൂട്ടം ഇതിനെ നിർമ്മിതി. അതുകൊണ്ടാണ് ഇതിനെ ഹവാമഹൽ എന്ന് വിളിക്കുന്നത്. കാരണം എല്ലാ സൈഡിൽ നിന്നും നല്ല കാറ്റുണ്ട് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇതിന് ഹവാമഹൽ എന്നുള്ള പേര് വരുന്നത്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ വീണ്ടും മണ്ടയ്ക്കോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എല്ലാം കിളിവാതിലുകളാണ്. ഇത് ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സ്പൈറൽ പോലെ കറങ്ങി ഒരുപാട് കയറാനുണ്ട്. അപ്പം നമ്മളിനി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ അകത്ത് കാണാൻ ഒരുപാടുണ്ട്. ഇങ്ങനെ ഫുള്ളെല്ലാം കിളിവാതിലുകളാണ്. നമ്മളപ്പോൾ ഇറങ്ങിയിട്ട് ഇനിയിപ്പം പുറത്ത് നിന്ന് ഇതിൻ്റെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ലൈറ്റ് പോകുന്നതിന്. പിന്നെ നമ്മളെ അന്നേരം ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുക കേട്ടോ. ഇതല്ലായിരുന്നു, അതുവഴിയായിരുന്നു. ഇത് നമ്മുടെ മറ്റേ രാജാവിൻ്റെ പടമൊക്കെ വച്ചേക്കുന്നടോ. വാ,
ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് നോക്കാം ഇതിന് ഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടുമോ എന്നുള്ളത്. ഇതേ നമ്മളെ അങ്ങനെ പുറത്തിറങ്ങി കേട്ടോ. ഇവിടെ കുറേ സാധനമൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. 99 രൂപയാണ് ഒരു സാധനത്തിന് ഇട്ടേക്കുന്നത്. പക്ഷെ ചില സാധനമൊക്കെ എനിക്ക് തോന്നുന്നു ലാഭമാണെന്ന് തോന്നുന്നു. ചില ചെറിയ ചെറിയ സാധനങ്ങളൊന്നും അത്ര വലിയ ലാഭമില്ല. ഞങ്ങളെ അപ്പം പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനത്തെ ലാമ്പ് കണ്ട്. നമ്മൾ ഇതേരത്തെ ലാമ്പ് കണ്ടിട്ട് ഇതിനാണെങ്കിൽ 99 രൂപയോ ഒരു പീസിന്. അപ്പം ഞങ്ങൾ 2 എണ്ണം എടുത്തു. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അകത്തോട്ട് കിട്ടും. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ 2 വർക്കിങ്ങാണ്. നല്ല രസമുണ്ട് കാണാൻ. ശരി, 2 അപ്പം വർക്കിങ്. അപ്പോൾ നമുക്കിത് 2 മേടിക്കാം അവിടുന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ അത് മേടിച്ചു. ഞങ്ങളത് മേടിച്ചിട്ട് വേണ്ട പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കണ്ടോ ഇങ്ങനെ സ്റ്റീൽ പാത്രങ്ങളുടെ കട, ചെരുപ്പുകളുടെ കട, സ്കേർട്ട്, അങ്ങനെ ഒരുപാട് കച്ചവടമുണ്ട് കേട്ടോ. പിന്നെ ഈ നമ്മുടെ എന്താ പറയുന്നത് ഫ്രൂട്ട്സുകൾ, കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രൂട്ട്സ്, പാനിപൂരി, സ്ട്രീറ്റ് ഫുഡ്, അങ്ങനെ ഒരുപാട് ചുറ്റിനും കടകളാണ്. ഇതാ കേട്ടോ ഹവാമഹലിൻ്റെ ഫുൾ വ്യൂ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ. നമ്മളപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ചുറ്റിത്തിരിഞ്ഞ ഒരു വഴിയായി കേട്ടോ. ഇനിയപ്പം ഇവിടുത്തെ സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ചായ മേടിച്ചു കേട്ടോ. ഇവിടുന്ന് ചായ കുടിക്കാനായിട്ട്. അപ്പം ഒരു ചായക്ക് 20 രൂപയാണ്. അപ്പം നമ്മൾ ചായ ഇവിടെ അയാൾ എടുക്കുന്നുണ്ട്. എത്ര അരിപ്പയില ഇതായിരിക്കുന്നത്? ഇത് കണ്ടോ, ഇവരെ അരിക്കുന്നതില്ല. 7 അരിപ്പ വെച്ചിട്ടാ കേട്ടോ ചായ. 7 അരിപ്പയുണ്ട് പുള്ളിയായിരിക്കും. ചായ ഇങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ചിട്ടാണെന്ന്. അങ്ങനെ നമ്മുടെ ചായ വന്നു കേട്ടോ. നമ്മളപ്പോൾ ചായ കുടിക്കാൻ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ചായ ചൂടാ. ചായ ആറിയിട്ട് കുടിക്കാൻ നോട്ടോ. അപ്പം നമ്മളിത് ഇവിടെ ഇങ്ങനെ ചായ ആറാൻ വേണ്ടി ഇരിക്കുക. ചായ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചായ കുടിക്കുക. കണ്ട് ഇവിടെ എല്ലായിടത്തും നമുക്കിങ്ങനെ മൺപാത്രത്തിലാണ് ചായ. നല്ല ചായയാണ്. അധികം മധുരമൊന്നുമില്ല, ആവശ്യത്തിന് മധുരമുണ്ട്. നമ്മൾ ചായ കുടിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഫുഡും കൂടെ കഴിക്കാൻ മേടിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് ഓർത്തു. അപ്പം നമ്മളിങ്ങനെ ഫുഡ് വാങ്ങാൻ പറ്റിയൊരു കട തപ്പി നടക്കുക. കണ്ട് ഇവിടെ ഫുള്ള് തിരക്കൊക്കെ ആയി. ഇരുട്ടി സൺസെറ്റൊക്കെ കഴിഞ്ഞു. അപ്പം ഒരു ഏകദേശം ഇരുട്ടായി. ഇത് കണ്ട് ഇവിടെ ഫുൾ ചെറിയ ചെറിയ ഇങ്ങനത്തെ കടകളാണ്. കണ്ടത് സ്പൈസസ് പോലത്തെ, അങ്ങനെ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന പോലത്തെ കടകളാണ് ഈ സൈഡ് ഫുള്ളുള്ള. ഇവിടെ ഫുള്ള് ഫ്ലവർ ഷോപ്പൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങളെ അങ്ങനെ ഇവിടെ തിരിച്ചൊരു ഓട്ടോ കിട്ടി കേട്ടോ. അതിന് പൊക്കോണ്ടിരിക്കുക. കടലയൊക്കെ ഞങ്ങൾ മേടിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ച് പൊക്കോണ്ടിരിക്കുക. ആ സൈഡ് അവിടെ ഈ ഇടവഴി നമ്മളെ അപ്പം തിരിച്ചിപ്പോൾ ഇവിടെ എത്തി കേട്ടോ. അപ്പം തിരിച്ചു വെച്ചാൽ മോഹം കാണത്തില്ല, വെട്ടം കുറവ്. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് പിടിച്ചത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ഒരു ഓട്ടോക്കാരനെ കിട്ടി തിരിച്ച് പുള്ളി നമ്മൾ വന്നിടത്തോട്ട് കൊണ്ടുവിട്ട്. ഇനിയിപ്പം ഫുഡും എല്ലാം ഇപ്പം വെട്ടമായി. ഫുഡും അല്ലേ കഴിക്കാനുണ്ടോയെന്ന് അങ്ങോട്ട് നടന്ന് മേടിക്കണം. ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് പോകാമെന്ന് കണ്ട.
നമ്മളെ അപ്പോൾ ആ ഇടവഴിയിൽ നിന്ന് ഇറങ്ങി ഇപ്പം മെയിൻ റോഡിലോട്ടായി കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് പോലൊക്കെ ഉണ്ട് എന്തൊക്കെയാണ്. പക്ഷെ നമുക്ക് എന്തൊക്കെയാണ് സാധനമെന്നൊന്നും അറിയില്ല. നമുക്ക് കഴിക്കാൻ കാര്യമായിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് കണ്ട് ഇറങ്ങി. എവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലേ അവിടെ കയറി മേടിക്കാമെന്ന് ഓർത്ത് നമ്മളെ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളൊന്ന് നോക്കി വെച്ചിരുന്ന സാധനം, ദാൽ ബാട്ടി ചുർമ എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിത് ഒരെണ്ണം മേടിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. അപ്പം നമ്മുടെ അവലോസുണ്ട ഇല്ലേ, അവലോസുണ്ട ഗോതമ്പില്ലേ? അവലോസ് നമ്മൾ അരി വെച്ചല്ലേ ഉണ്ടാക്കണം. ഇത് അതിന് പകരം ഗോതമ്പിട്ടുണ്ടാക്കി എന്നുള്ളൊരു ഇതുള്ളൂ. ഞാൻ കഴിച്ചു നോക്കിയില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്തായാലും ഗോതമ്പ് വെച്ചാണല്ലോ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്, കൊള്ളാം. നമ്മളപ്പം റൂമിലെത്തി കുളിച്ച് ഫ്രഷായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.